നമസ്കാരം പ്രിയപ്പെട്ടവരെ. ബഹ്റിൻ കേരളീയ സമാജം സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന കർക്കിടകം ശബ്ദകഥകളുടെ തോരാമഴ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ബഹ്റിൻ സാഹിത്യ സാംസ്കാരിക രംഗത്ത് നമുക്കേറെ സുപരിചിതനായ എഴുത്തുകാരൻ ശ്രീ രാജു ഇരിങ്ങലാണ് ഇന്ന് നമ്മൾക്കായി കഥ അവതരിപ്പിക്കുന്നത്. ആദ്യ കഥാസമാഹാരമായ കടലാമകളുടെ നഗരം എന്ന പുസ്തകത്തിന് മുൻപ് തന്നെ ഏറെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് രാജു ഇരിങ്ങൽ. അദ്ദേഹത്തിന്റെ കഥകളും കവിതകളും ഒക്കെ തന്നെ മിക്ക ആനുകാലികങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഥയിലെ വൈവിധ്യം കൊണ്ടും കഥയുടെ ശരീരഭാഷ കൊണ്ടും പുതിയ തലമുറയിലെ എഴുത്തുകാർക്കൊപ്പം നിൽക്കുന്ന ഈ എഴുത്തുകാരന് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ചരിവുതലം എന്ന കഥയ്ക്ക് അബുദാബി കൈരളി പുരസ്കാരം, ചുവന്ന ഒരു മുളക് എന്ന കഥയ്ക്ക് മാം കഥാപുരസ്കാരം അമേരിക്ക, മറിയം എന്ന കഥയ്ക്ക് തരങ്കിണി കഥാപുരസ്കാരം അമേരിക്ക, നനഞ്ഞ് ഇല്ലാതാകുന്ന മഴ എന്ന കഥയ്ക്ക് ഡഫോഡേഴ്സ് കഥാപുരസ്കാരം അബുദാബി, കടലാമുകളുടെ നഗരം ദുബായ് ഭാവന പുരസ്കാരം, പഴുതാരകൾ വന്നിറങ്ങുന്നത് ശ്രുതിലയം പുരസ്കാരം, ഇതൊക്കെ അദ്ദേഹത്തെ തേടിയെത്തിയ അംഗീകാരങ്ങളാണ്. ബഹ്റിൻ പ്രവാസ ജീവിതം മതിയാക്കി ഇപ്പോൾ അദ്ദേഹം ആസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു. കഥയുടെ തോരാമഴയിലേക്ക് നമുക്കിറങ്ങാം. ശ്രീ രാജു ഇരിങ്ങലിനോടൊപ്പം. നന്ദി. ബഹ്റിൻ കേരളീയ സമാജം കർക്കിടകം ശബ്ദകഥകളുടെ തോരാമഴ എന്ന സാഹിത്യവേദിയുടെ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിലും കഥ അവതരിപ്പിക്കാൻ കിട്ടിയ ഈ അസുലഭ മുഹൂർത്തത്തെ ഞാൻ വളരെ സ്നേഹത്തോടെ എടുക്കുകയാണ്. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന കഥ കടലാമകളുടെ നഗരം എന്ന കഥാസമാഹാരത്തിലെ പഴുതാരകൾ എന്ന കഥയാണ്. കഥ പഴുതാരകൾ. പുരുഷോത്തമൻ നായർ ആളൊരു മാതൃകാ പുരുഷനാണ് എന്ന് ഓഫീസിൽ എപ്പോഴും ഒരു സംസാരമുണ്ട്. ഇതേ നോക്കിയേ, പുരുഷോത്തമൻ നായർ പോലെ ആയിരിക്കണം. ഓഫീസിലെത്തിയാൽ അവനവൻ്റെ ജോലി, അത് മാത്രമാണ് ചിന്ത. ഒന്ന് തുമ്മണമെങ്കിൽ പോലും ചായ കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ആയിരിക്കും. ജോലിയിലാണെങ്കിലോ സദാ ജാഗരൂകനായിരിക്കുകയും ചെയ്യും. കാര്യങ്ങളൊക്കെ ഇത്ര വെടിപ്പായി ചെയ്യുന്ന, ഇത്രയും കാര്യപ്രാപ്തിയുള്ള ഒരാൾ ജോലി ചെയ്യുന്നത് ഏതൊരു ഓഫീസിനും മുതൽക്കൂട്ട് തന്നെ. കൃത്യസമയത്ത് ഓഫീസിൽ വരികയും അധിക ജോലികളുണ്ടെങ്കിൽ അതുകൂടി ചെയ്തു തീർത്തിട്ടേ അയാൾ വീടിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമുള്ളൂ. അതുകൊണ്ട് തന്നെ അയാളുടെ മേശപ്പുറത്ത് ചുവപ്പ് നാടകളുടെ കൂമ്പാരങ്ങളൊന്നുമില്ല. ചൂടുവെള്ളം നിറച്ച നീല നിറത്തിലുള്ള ഫ്ലാസ്കും ചുവന്ന മഷിപ്പേനയും മാത്രമാണ് അയാളുടെ ലോകം. ഒപ്പം മുന്നിലിരിക്കുന്ന ഫയലുകളും. ഓഫീസിൽ വൈകിയിരിക്കുന്ന സമയത്തൊക്കെ പ്യൂൺ ഗോവിന്ദൻ നായരും അയാളുടെ നല്ല മനസ്സ് കാണാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. വീട്ടുകാര്യങ്ങളും ചിലപ്പോഴൊക്കെ നാട്ടുകാര്യങ്ങളും ഓഫീസ് വിട്ടിറങ്ങുമ്പോൾ അയാൾ ഗോവിന്ദൻ നായരോട് ചോദിക്കുക പതിവാണ്. അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ നായർ അയാളെ ഒരു ദൈവത്തെപ്പോലെയാണ് കണ്ടിരുന്നത്. ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം വന്നാൽ മുട്ടാൻ ഒരു വാതിലുണ്ടല്ലോ എന്ന് ഗോവിന്ദൻ നായർ ഭാര്യയോട് ഇടയ്ക്കിടെ അഭിമാനത്തോടെ പറയും. വൈകി വരുമെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലമൊന്നും അയാൾക്കില്ല. ഭാര്യയുടെ കൈകൊണ്ടുണ്ടാക്കി സ്നേഹത്തോടെ അടുത്തിരുന്ന് നാട്ടുരാജ്യങ്ങളുടെ കുശുമ്പും കുന്നായ്മയും, അടുത്ത വീട്ടിലെ വഷളനായ ആൾ കള്ളുകുടിച്ച് വന്ന് ഭാര്യയെ തല്ലുന്ന കാര്യവും, കുഞ്ഞുങ്ങൾ നിലവിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടി വരുന്ന കാര്യവും തുടങ്ങി എല്ലാ ഗോസിപ്പുകളും ചിരിയോടെയാണ് അയാൾ എന്നും കേട്ടിരുന്നത്. എന്നും എന്തെങ്കിലുമൊക്കെ കഥകൾ അവൾ ഭക്ഷണത്തിനൊപ്പം വിളമ്പുക പതിവാണ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ ആഴ്ചയിൽ വായിച്ച ആഴ്ചപ്പതിപ്പിലെ സുനിത മേനോൻ ട്യൂഷൻ പഠിപ്പിക്കുന്ന ചെറുക്കൻ്റെ കൂടെ ഓടിപ്പോയ കാര്യമെങ്കിലും ഇടയ്ക്ക് ദുഃഖത്തോടെയെങ്കിലും അതിലധികം സന്തോഷത്തോടെയും അവൾ പറയുന്നത് അയാളങ്ങ് കേട്ടിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലൊറ്റയ്ക്കിരിക്കുന്ന ഭാര്യയുടെ ഏകാന്തത മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അയാൾ അതിലൊന്നും താല്പര്യമില്ലാതിരുന്നിട്ടും ഇത്തരം ഗോസിപ്പുകൾക്ക് ചെവി കൊടുക്കുന്നത്. മകൻ 2ാം ക്ലാസ്സിലായതിനാൽ
പിന്നെ സ്കൂളിൽ കൊണ്ടുവിടേണ്ട കാര്യമൊന്നുമില്ല. സ്കൂൾ വണ്ടി വരികയും കൊണ്ടുപോവുകയും ചെയ്യും. സ്കൂളിലേക്ക് പോകും മുമ്പ് തിക്കിത്തിരക്കി ഭക്ഷണവും ഇടയ്ക്ക് കഴിക്കാനുള്ള ലഘുഭക്ഷണവുമൊക്കെ സുമതി മകനെ യാത്രയാക്കി കഴിഞ്ഞാൽ തികച്ചും ഫ്രീ ആകും. മോൻ പോയി കഴിഞ്ഞാൽ പിന്നെ നീ ഫ്രീ അല്ലേ സുമതി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സുമതി സമ്മതിച്ചു തരില്ല. വീട് ക്ലീനിങ്ങും കുട്ടികളുടെയും ഭർത്താവിൻ്റെയും വസ്ത്രങ്ങളൊക്കെ കഴുകി വിരിക്കുന്നതുമൊക്കെ ആര് ചെയ്യും? അതിനായി ഞാനിവിടെ വേലക്കാരികളെ വച്ചിട്ടൊന്നുമില്ല, എനിക്കൊട്ട് ഇഷ്ടവുമല്ല എന്ന് എടുത്തടച്ച് പറഞ്ഞു കളയും. അടുത്ത വീട്ടിൽ പുതുതായി താമസത്തിന് വന്ന കുടുംബത്തെക്കുറിച്ച് ഭാര്യ പറയുന്നത് അങ്ങനെ ഒരു ഉന്മേഷയിലാണ്. ബാങ്ക് ഉദ്യോഗസ്ഥനായ ഭാര്യയും ഭർത്താവും മുകുന്ദൻ മേനോനുമാണ് അവിടെ താമസിക്കാൻ വന്നവർ. മുകുന്ദൻ മേനോൻ ഈ അടുത്ത കാലം വരെ ബിസിനസ്സിൽ ഏറെ തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വമാണ്. എന്നാൽ കാരണമൊന്നുമില്ലാതെ ഒരു ദിവസം ഉണ്ടായിരുന്ന ബിസിനസ്സൊക്കെ നിർത്തിവെച്ച് വീട്ടിൽ തന്നെ ഇരിപ്പ് തുടങ്ങി. ഭാര്യയുടെ ആങ്ങളമാർ ഉണ്ടായതുകൊണ്ട് കമ്പനി ഒരുവിധം നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. കഥ പറയുമ്പോൾ പുരുഷോത്തമൻ നായർ ചോദിക്കാതിരിക്കില്ല, അതെന്താ അങ്ങനെ? സത്യത്തിൽ അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ സുമതി പിണങ്ങുമെന്ന് പുരുഷോത്തമൻ നായർക്കറിയാം. ഓരോന്ന് പറയുമ്പോഴും മൂളി മൂളി കേട്ടുകൊണ്ടേയിരിക്കണം. മുകുന്ദൻ മേനോൻ രാവിലെ ആയാൽ വെളുത്ത ടീഷർട്ടും ജോഗിംഗ് ഷൂവുമായി ഇറങ്ങും. ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് പറമ്പിൽ റോഡിലുമൊക്കെ നിന്നും തിരിഞ്ഞും കിടന്നും കസർത്ത് തന്നെയാണ്. അതുകൊണ്ടെന്താ, ഉണ്ടായിരുന്ന ഷുഗറും പ്രഷറുമൊക്കെ പമ്പ കടന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഗാർഡനിങ് പരിപാലനം രാവിലെ മുതൽ ഉച്ച വരെ, ചിലപ്പോൾ വൈകുന്നേരം വരെ നീളും. പൂക്കൾ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. അവ ചിരിച്ചു നിൽക്കുന്നത് കാണാൻ എന്തു ഭംഗിയാ, മുകുന്ദൻ മേനോൻ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു നാരകത്തിന്റെ ചെടിയുമായി സുമതിയുടെ അടുക്കൽ മുകുന്ദൻ മേനോൻ വരുന്നത്. മാതള നാരകം സുമതിക്ക് അച്ചാറിട്ട് കഴിക്കാൻ വലിയ കൊതിയാണെന്ന് അറിയാവുന്നത് പോലെയാണ് അയാളുടെ വരവ്. ഏതൊരു കല്യാണത്തിന് പോയാലും 1-2 തവണ എരിവുള്ള അച്ചാർ കഴിക്കുക സുമതിയുടെ ഒരു കീഴ്വഴക്കം പോലെയാണ്. നീ എന്തേ മധുരമുള്ള ഒരു ഓറഞ്ച് പോലും കഴിക്കാതെ ഈ എരിവ് അച്ചാർ മാത്രം കഴിക്കുന്നത് എന്ന് സുമതിയോട് പുരുഷോത്തമൻ നായർ ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാതള നാരകം ചെടിയുണ്ടെങ്കിൽ പാമ്പുകളൊന്നും വീട്ടിൽ കയറില്ല. മാത്രമല്ല വീടിൻ്റെ ഐശ്വര്യം കൂടിയാണ്. പറമ്പിലും തൊടിയിലുമൊക്കെ പൂക്കൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ അല്ലേ സുമതി? വലിയ ഏതോ കമ്പനിയുടെ മാനേജറായിരുന്ന ആള് ഇപ്പോൾ നാട്ടുമ്പുറത്തെ ഒരു സാധാരണ കൃഷിക്കാരനായിരിക്കുന്നു. തോളിൽ ഒരു മേൽമുണ്ട്, കാലിൽ നീളത്തിലുള്ള ചെരുപ്പ്. മുകുന്ദൻ മേനോന്റെ ഗാർഡനിങ് വികസിക്കുന്നതോടൊപ്പം സുമതിയുടെ മാതളപ്രേമവും ഒപ്പം മറ്റു നിരവധി ചെടികളും സസ്യങ്ങളും വീടിന്റെ ചുറ്റുവട്ടവും പിന്നാമ്പുറവും മുന്നാമ്പുറവും ലിവിംഗ് റൂമിലും നിറയാൻ തുടങ്ങി. എന്നും ചെടികളെ സ്നേഹിച്ചിരുന്നു പുരുഷോത്തമൻ നായർ. അതുകൊണ്ട് തന്നെ പുരുഷോത്തമൻ നായർക്ക് സുമതിയുടെ പുതിയ ഗാർഡനിങ് പ്രേമം ഇഷ്ടമാവുകയും ചെയ്തു. ഒന്നുമില്ലെങ്കിലും മോന് പ്രകൃതിയുടെ തണുപ്പ് കൊണ്ട് ഉറങ്ങുകയെങ്കിലും ചെയ്യാമല്ലോ എന്ന് മനസ്സിൽ പറയുകയും ചെയ്തു. ചെടികളൊക്കെ പൂത്ത് തളിർക്കാൻ പിന്നെ അധിക നേരമൊന്നും വേണ്ടി വന്നില്ല. മുകുന്ദൻ മേനോൻ ഇടയ്ക്കിടെ ഓരോ ചെടികളുമായി വന്ന് പൂന്തോട്ടങ്ങളുടെയും പച്ചക്കറികളുടെയും സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുകയും അതിൽ വളമെടുത്തതിൻ്റെയും ഇലകളിൽ പുഴുശല്യമില്ലാതിരിക്കാൻ മരുന്നടിക്കുന്നതിൻ്റെയും ആവശ്യകത ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു. സുമതിക്കിപ്പോൾ പഴയതുപോലെ ആഴ്ചപ്പതിപ്പ് വായിക്കാൻ സമയം കിട്ടാറേയില്ല. പറമ്പ് എന്ന് പറയാൻ അധികമൊന്നുമില്ലെങ്കിലും ഉള്ള 12 സെന്റിൽ മുഴുവൻ സ്ഥലങ്ങളിലും പച്ചപ്പ് പടർന്നു പിടിച്ചു. ഇനി ഡൈനിങ് റൂമിൽ കൂടി മാത്രമേ ഒഴിവുള്ളൂ എന്ന് പുരുഷോത്തമൻ നായർ ഇടയ്ക്ക് ഓർത്തു. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഒന്നും സുമതിയോട് ചോദിച്ചും പറഞ്ഞുമില്ല. മോൻ സ്കൂളിൽ നിന്ന് വന്ന് ഉടുപ്പ് മാറുമ്പോഴാണ് കിടപ്പുമുറിയുടെ ഒരു കോണിൽ പുതപ്പിനടിയിലായി ഒരു നീളമുള്ള പഴുതാര ശ്രദ്ധയിൽപ്പെട്ടത്. പാറ്റ, പല്ലി, പഴുതാര ഇവയൊക്കെ കണ്ടാൽ മോൻ ഉറക്കെ നിലവിളിക്കുകയും പിന്നെ അത് വലിയൊരു ബഹളമാവുകയും ചെയ്യുക സ്വാഭാവികമാണ്. ഓ, ഒരു പഴുതാരയെ കണ്ടതിനാണോ നീ ഇങ്ങനെ നിലവിളിക്കുന്നത്? കൈകൊണ്ട് പുതപ്പിനടിയിലെ പഴുതാരയെ എടുത്ത് വെളിയിൽ കളയുമ്പോൾ സുമതി പറഞ്ഞു. പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ സുമതി അടുക്കളയിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. രാത്രി വൈകിയെത്തിയ പുരുഷോത്തമൻ നായർ പഴുതാരയെ സ്വപ്നം കണ്ട് പേടിച്ച് കരയുന്ന മകനെ ചേർത്ത് കിടക്കുകയും പപ്പയുള്ളപ്പോൾ ഒരു പഴുതാരയെ നിന്റെ അടുത്ത് വരില്ലെന്ന് ധൈര്യം കൊടുക്കുകയും ചെയ്തു. മുറ്റത്തും പറമ്പിലും പഴുതാരകളുടെ എണ്ണം വർദ്ധിക്കുന്നത് പുരുഷോത്തമൻ നായർ ശ്രദ്ധിക്കാതിരുന്നില്ല.
വിവരം ഭാര്യ സുമതിയെ അറിയിക്കുകയും മുറ്റത്തും വരാന്തയിലും ഒക്കെ നട്ടു നനച്ചിരിക്കുന്ന ചെടിച്ചട്ടികൾ പുറത്തേക്ക് മാറ്റിവെക്കാൻ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടാണ് പുരുഷോത്തമൻ നായർ അന്ന് ഓഫീസിലേക്ക് പോയത്. ഓഫീസിൽ പോകാൻ ഗേറ്റിലെത്തിയപ്പോഴാണ് മുകുന്ദൻ നായർ പുതിയ ഏതോ ചെടിയുടെ വിവരങ്ങളുമായി വീട്ടിലേക്ക് വരുന്നത്. കുശലങ്ങൾ സമയം മെനക്കെടുത്താൻ മുകുന്ദൻ മേനോനും അതുപോലെ പുരുഷോത്തമൻ നായർക്കും സമയമുണ്ടായില്ല. ഒരു ചിരി മുഖത്ത് വരുത്തി രണ്ടുപേരും പരസ്പരം എതിർദിശകളിലേക്ക് പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്തു. ഓഫീസിൽ വളരെ തിരക്ക് പിടിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഫയലുകൾക്കിടയിൽ നിന്ന് ഒരു മുട്ടൻ പഴുതാര പതിയെ തലയുയർത്തി നോക്കുന്നത് പുരുഷോത്തമൻ നായരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അയാൾ പതിവിലധികം ഒച്ചയെടുത്തുകൊണ്ട് ഗോവിന്ദൻ നായരെ വിളിക്കുകയും പഴുതാര വന്നതിനെക്കുറിച്ചും ഫയലുകൾക്കിടയിലും ഓഫീസിടങ്ങളിലും ക്ലീനിംഗ് ചെയ്യാത്തതിനെക്കുറിച്ചും കയർക്കുകയും ഒച്ച വയ്ക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായ അയാളുടെ പെരുമാറ്റത്തിൽ ഗോവിന്ദൻ നായരും ഓഫീസിലെ മറ്റുള്ളവരും തെല്ലൊന്ന് പരിഭ്രമിച്ചു. സർ, അത് പഴുതാരയൊന്നും ആയിരുന്നില്ല. ഫയലുകളെല്ലാം എല്ലാ ദിവസവും പൊടിയടിച്ചു വയ്ക്കാറുണ്ട് സർ. അവിടെയൊക്കെ നോക്കിയിട്ടും പഴുതാരയെ എങ്ങും കണ്ടില്ല. സാധാരണ ഈർപ്പമുള്ള ഇടങ്ങളിലാണ് പഴുതാരകൾ ചേക്കേറുക. ഗോവിന്ദൻ നായർ അയാളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിച്ചു. ഗോവിന്ദൻ നായർ മുറിവിട്ട് പോയപ്പോൾ താൻ ഫയലുകൾക്കിടയിൽ ഒരു പഴുതാരയെ കണ്ടല്ലോ എന്ന് പുരുഷോത്തമൻ നായർ ചിന്തിച്ചുകൊണ്ടിരുന്നു. മേശപ്പുറത്ത് ഇരുന്ന നീല ഫ്ലാസ്കിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ ഇന്നലെ രാത്രി മോൻ പഴുതാരയെ സ്വപ്നം കണ്ട് കരഞ്ഞത് പുരുഷോത്തമൻ നായർ ഓർത്തു. ഫയലുകൾക്കിടയിൽ നിന്ന് ഒരു വെളുത്ത പേപ്പർ വലിച്ചെടുത്ത് മറ്റൊന്നും ആലോചിക്കാതെ ചുവന്ന പേന കൊണ്ട് വെറുതെ ഒരു പഴുതാരയുടെ നീളമുള്ള ചിത്രം വരച്ചു. പിന്നെ മറ്റൊരു നീലമഷി പേന കയ്യിലെടുത്ത് പഴുതാരയ്ക്ക് കുറുകയും നെടുകയും വരച്ച് തീർത്തും ആ പഴുതാരയെ ഇല്ലാതാക്കി. കുറച്ചു നേരം കൂടി ഓഫീസിൽ ഇരുന്ന ശേഷം ഒരാഴ്ചത്തെ ലീവ് എഴുതി കൊടുത്ത് പുരുഷോത്തമൻ നായർ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ടൗണിലിറങ്ങി പഴുതാരകളെ നശിപ്പിക്കാനുള്ള മരുന്നുകളെക്കുറിച്ച് മെഡിക്കൽ സ്റ്റോറുകളിലും സ്റ്റേഷനറി കടകളിലും അന്വേഷിച്ചു നടന്നു. പലരും പലതരം മെഡിസിനുകൾ കൊടുത്തെങ്കിലും അയാൾക്ക് അതിലൊന്നും തൃപ്തി കണ്ടെത്താനായില്ല. മാത്രവുമല്ല, ഫെർഗു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സെയിൽസ്മാൻ പറയുകയും ചെയ്തു, പഴുതാരയല്ലേ സാർ, അത് 1-2 ദിവസം കൊണ്ട് പോയിക്കോളും, അത് നീയാണ് തീരുമാനിക്കുന്നത് എന്ന് കയർക്കാനും പുരുഷോത്തമൻ നായർ തയ്യാറായി. അയാളുടെ മനസ്സിൽ ഇപ്പോൾ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും പഴുതാരകളുടെ കുലം മുടിക്കണം. അയാളുടെ മനസ്സിൽ നീളൻ പഴുതാരകൾ ഇപ്പോഴും ഏഴ് നടന്നുകൊണ്ടേയിരുന്നു. അയാൾ അപ്പോൾ ഓർത്തത്, കുഞ്ഞുമോനെ പഴുതാര ഉപദ്രവിക്കുമോ? സുമതിയുടെ വെളുത്തു ഭംഗിയുള്ള കാൽവിരലുകളിൽ പഴുതാര നടന്നു കയറുമോ? അത്രയും ഓർത്തപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനും എല്ലാ പഴുതാരക്കൂട്ടങ്ങളെയും ചുട്ട് ചാമ്പലാക്കാനും അയാളുടെ മനസ്സ് വെമ്പി. പൊടുന്നനവെ കൃഷി ഓഫീസറെ വഴിയിൽ കണ്ടു. എങ്കിൽ പിന്നെ പഴുതാരയെക്കുറിച്ച് ചോദിക്കാമെന്ന് കരുതി. എന്നാൽ വരുന്ന ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് അദ്ദേഹം തുടക്കമിട്ടത്. സംസാരിക്കുന്നതിനിടയിൽ ഒരു പഴുതാര അയാളുടെ കാലിനടിയിലൂടെ ഷൂസിലേക്ക് കയറി. കൃഷി ഓഫീസർ അതിനെ തട്ടിക്കളഞ്ഞുകൊണ്ട് ഇതൊക്കെ എന്ത് പതിവുള്ളതല്ലേ എന്ന് ചിരിക്കുകയും ചെയ്തു. അത്രയും ആയപ്പോഴേക്കും പഴുതാരയെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാൻ പുരുഷോത്തമൻ നായർക്ക് മനസ്സ് തോന്നിയതേയില്ല. ഏട്ടൻ എന്താ ഈ വെപ്രാളപ്പെടുന്നേ? മുറ്റത്തും പറമ്പിലുമൊക്കെ മരുന്ന് തെളിച്ചല്ലോ, എല്ലായിടവും വൃത്തിയാക്കിയിടുകയും ചെയ്തു. ഇനിയിപ്പോൾ പഴുതാരയെ പേടിക്കേണ്ടല്ലോ. പോരാത്തതിന് പഴുതാരകൾ അത്ര വലിയ ഉപദ്രവകാരികളും ഒന്നുമല്ല. സുമതി പഴുതാര സംഭവത്തെ വളരെ ചെറുതാക്കി കണ്ടപ്പോൾ സത്യത്തിൽ പുരുഷോത്തമൻ നായർക്ക് അമർഷമുണ്ടായി. എന്നിട്ട് ഒന്നും പറഞ്ഞില്ല. പിറ്റേന്നാണ് വാസുക്കുട്ടനും കുടുംബവും അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ കഥ സുമതി പറയുന്നത്. ഇനി കുറെ കാലം ഇവിടെ ജീവിക്കാല പുരുഷേട്ട എന്ന് വന്നതിന്റെ പിറ്റേ ദിവസം ഇടവഴിയിൽ വെച്ച് കണ്ടപ്പോൾ വാസുക്കുട്ടൻ പറയുകയും ചെയ്തു. പുരുഷോത്തമൻ നായർ അപ്പോൾ വെറുതെ ചിരിക്കുകയും, മോനെ ദിനേശ, അമേരിക്കയിൽ നാൾക്ക് നാൾ ദാരിദ്ര്യം കുമിഞ്ഞുകൂടുന്ന കാര്യം ഇവിടുത്തെ സാധാരണക്കാരന് പോലും അറിയാമെന്ന് പുരുഷോത്തമൻ നായർ മനസ്സിൽ പറയുകയും ചെയ്തു. അതിനടുത്ത ദിവസമാണ് സുമതി ആ വാർത്ത ഊൺമേശയിൽ വിളമ്പിയത്. അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ചെല്ലുകൂട്ടിലെ വളർത്തു മത്സ്യം കേരളത്തിലെ ഭക്ഷണം കഴിച്ച് അസാധാരണമാം വിധം തടിച്ച് വീർത്തു വരുന്നുവെന്ന്. സുമതി അവിടെ പോയി കണ്ടുവന്നപ്പോൾ പറഞ്ഞത്, ഇപ്പോഴൊരു 1.5 വയസ്സുള്ള കുട്ടിയുടെ അത്രയും ആ വളർത്തു മത്സ്യം ഉണ്ട് എന്നാണ്. പത്രക്കാരും ചാനലുകാരും വന്ന് ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ
വാസുകുട്ടനും കുടുംബവും പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കയറി തുടങ്ങിയിരുന്നു. എന്നാൽ മറുവശത്ത് പ്രകൃതി സ്നേഹികൾ ഈ വളർത്തു മത്സ്യത്തെ കൊന്ന് രാജ്യത്തെ രക്ഷിക്കണമെന്ന് മുറവിളി കൂട്ടാൻ തുടങ്ങിയിരുന്നു. സുമതി പക്ഷേ പറഞ്ഞത് മറ്റൊരു ദിശയിലാണ്. വാസുകുട്ടൻ എവിടെ പോയാലും പേരും പ്രശസ്തിയും തന്നെ. ഇതാ കണ്ടില്ലേ, വെറുതെ കിടന്നൊരു മീൻ ഇപ്പോൾ തടിച്ചുരുണ്ട ഒരു 4 വയസ്സുള്ള കുഞ്ഞിനെ പോലുണ്ട്. ഇപ്പോൾ ഇതിനെ വട്ടക്കുളത്തിലേക്ക് ഇട്ടിരിക്കുകയാണ്. ദിനം പ്രതി വണ്ണവും ഉയരവും കൂടുന്ന അമേരിക്കൻ മത്സ്യം നാടിനും നാട്ടാർക്കും ആപത്താണെന്ന് മനസ്സിലാക്കാൻ അധികം താമസമൊന്നും ഉണ്ടായില്ല. ഓർത്തപ്പോൾ പുരുഷോത്തമൻ നായർക്ക് തലയിൽ പെരുപ്പ് അനുഭവപ്പെട്ടു. ഭാര്യയും മോനും നല്ല ഉറക്കമാണ്. മുറിയിൽ നല്ല ഈർപ്പമുണ്ടെന്ന് പുരുഷോത്തമൻ നായർക്ക് തോന്നി. സാധാരണ ഈർപ്പമുള്ള ഇടങ്ങളിലാണ് പഴുതാരകൾ ചേക്കേറുക എന്ന പ്യൂൺ ഗോവിന്ദൻ നായർ പറഞ്ഞത് പുരുഷോത്തമൻ നായരെ അലട്ടിക്കൊണ്ടേയിരുന്നു. ശബ്ദമുണ്ടാക്കാതെ കട്ടിലിനു പുറകിലും താഴെയുമായി ടോർച്ച് അടിച്ചുകൊണ്ട് ഓരോ മൂലയിലും പരിശോധന ആരംഭിച്ചു. പെട്ടെന്നാണ് വാതിലിൽ ഒരു മുട്ട് കേട്ടത്. 1 2 തവണ. പുരുഷോത്തമൻ നായർ ഭയചകിതനായി. വാസുകുട്ടന്റെ വളർത്തു മത്സ്യം അയാളുടെ ചിന്തകളെ വട്ടക്കുളത്തിലിട്ട് കുത്തിമറിച്ചു. ഒന്നും ചെയ്യാനാവാതെ ഒരു നിമിഷം നിന്നെങ്കിലും ശ്വാസമടക്കി പിടിച്ച് മുറിക്കകത്തേക്ക് കയറാൻ വെമ്പുന്ന പഴുതാരകളെ പുരുഷോത്തമൻ നായർ കണ്ടു. കയ്യിൽ കരുതിയ നീളൻ ടോർച്ച് ഒന്നനക്കാൻ പോലും ആകാതെ അയാൾ ശ്വാസമില്ലാതെ കിടന്നു. എല്ലായിടത്തും കയറിയിറങ്ങിയ പഴുതാരകൾ സുമതിയുടെ വെളുത്ത കൈവിരലുകളിലേക്ക് പതിയെ ഇപ്പോൾ കയറുമല്ലോ എന്റെ മുച്ചിലോട്ടമ്മേ എന്ന് നിലവിളിച്ച് ശ്വാസം പുറത്തു വരാനാകാതെ പുരുഷോത്തമൻ നായർ ബോധമറ്റ് കിടന്നുപോയി. അപ്പോഴും സുമതിയും മകനും നല്ല ഉറക്കം തന്നെയായിരുന്നു. നന്ദി, നമസ്കാരം.